വ്യാപകമായി പ്രചരിപ്പിച്ചു സോഷ്യൽ മീഡിയയിൽ കൂടി CPM നേതാക്കൾ. ഞാൻ ഹെലികോപ്റ്റർ എടുത്തിട്ട് സ്വകാര്യ യാത്രയ്ക്കാണ് പോയതെന്ന് പറഞ്ഞു. ഞാൻ പോയത് നിങ്ങളോട് പറഞ്ഞുതരാം. ഞാൻ പോയത് ഒരു ഇൻവെസ്റ്റ്മെന്റ് ഗ്രൂപ്പ് കൊച്ചിയിലുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അവർ രാത്രി ഡിന്നർ മീറ്റിംഗിന് കാണാമെന്നാണ് പറഞ്ഞത്. അവർ തമിഴ്നാട് മുഖ്യമന്ത്രിയായിട്ട് കണ്ടതിന് ശേഷമാണ് കൊച്ചിയിൽ വന്നത്. ഞാൻ വന്ദേ ഭാരതിന് ബുക്ക് ചെയ്തിരുന്നു പോകാൻ. രാത്രി അവിടെ എത്തി അവരോട് സംസാരിക്കാൻ. അപ്പൊ അവർക്ക് അത്യാവശ്യമായി സന്ധ്യയ്ക്ക് ഡൽഹിയിലേക്ക് തിരിച്ചു പോകണം എന്ന് പറഞ്ഞു. അവരെ അറിയിച്ച് അപ്പൊ അതിനു മുമ്പ് അവരെ കാണണം. കാരണം തമിഴ്നാട് കൂടി അതിൽ ശ്രമിക്കുകയാണ് ആ ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടിയിട്ട്. അവരെ തമിഴ്നാട് മുഖ്യമന്ത്രി കണ്ടിട്ടും ഞാൻ കാണാതെ പോയാൽ അതൊരു ബുദ്ധിമുട്ടാവുന്നത്, പിന്നീട് ഒരു ആക്ഷേപവും. അതുകൊണ്ടാണ് ഹെലികോപ്റ്റർ. പിന്നെ ഞാൻ ഹെലികോപ്റ്റർ ഉപയോഗിച്ചതിൽ ₹1 പോലും സർക്കാരിന് നഷ്ടം ഉണ്ടായിട്ടില്ല. ₹1 പോലും സർക്കാരിന് അധിക ചെലവുണ്ടായിട്ടില്ല. കാരണം കഴിഞ്ഞ ഗവൺമെന്റ് അടുത്ത സെപ്റ്റംബർ 19 വരെ ഈ ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുത്തിട്ടിരിക്കുകയാണ്. ഗവൺമെന്റ് 5 മാസം വാടക കൊടുത്തിട്ടില്ല. ഒരു മാസം 80 ലക്ഷം രൂപ വെച്ച് 25 മണിക്കൂർ മിനിമം ഫ്ലൈ ചെയ്യണം. അത് ഫ്രീ ആണ്. 25 മണിക്കൂർ ഫ്ലൈ ചെയ്യണം മിനിമം. 25 മണിക്കൂർ അത് ഫ്രീ ആണ്. അത് ചെയ്തില്ലെങ്കിലും ഈ 80 ലക്ഷം രൂപ കൊടുക്കണം. നാട് പ്രളയമുഖത്ത് നിൽക്കുമ്പോൾ വിവാദങ്ങളാണ് പറന്നുയരുന്നത്. ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയെ വന്ന് കാണാൻ പോലും കഴിയാത്തത്ര തിരക്കുള്ള നിക്ഷേപകർ അതുകൊണ്ട് മാത്രം ബുക്ക് ചെയ്ത വന്ദേ ഭാരത് ടിക്കറ്റ് അങ്ങ് ക്യാൻസലാക്കി ഹെലികോപ്റ്ററിൽ പറന്ന് കൊച്ചിക്ക് പോയെന്ന് പറഞ്ഞത് വെറും 24 മണിക്കൂർ മുൻപ്. പക്ഷേ ഇന്ന് പറയുന്നു ഞാൻ കൊച്ചിയിൽ ഉള്ളതുകൊണ്ട് നിക്ഷേപകർ വന്ന് കണ്ടുവെന്ന്. അല്ല സർക്കാരെ, ശരിക്കും താക്കോൽ എവിടെയാണ്? മലക്കം മറിച്ചിലിന് പുതിയ പര്യായമാണോ പുതിയുഗ സർക്കാർ? പുതിയ വാർത്താ സമ്മേളനത്തിന് മുൻപ് പഴയ വാർത്താ സമ്മേളനം റീപ്ലേ ചെയ്ത് കാണേണ്ടി വരുമോ പൂക്കി മുഖ്യന്? ഞാൻ ഒരു സ്ഥലത്തും ഹെലികോപ്റ്റർ എടുത്ത് പഴയ മുഖ്യമന്ത്രി യാത്ര ചെയ്യുന്നതിനെ കുറിച്ച് ഞാൻ പരാതി പറഞ്ഞിട്ടില്ല. ഒന്ന് നിക്കേ. 2 സതീശൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ വാർത്താക്കുറിപ്പായാണ് കൂടുതലും ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ വന്നിരുന്നത്. 1-2 നോക്കിയാൽ ഓഗസ്റ്റ് 31, 2023 സതീശൻ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോകുമ്പോൾ ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുക്കുന്നത് ധൂർത്താണ്. ചെലവ് ചുരുക്കണമെന്ന് അടിക്കടി ഉപദേശിക്കുന്ന ആളാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ആ പറയുന്നതിൽ ആത്മാർത്ഥത ഉണ്ടെങ്കിൽ തിരുത്തണം. ഇനി തൊട്ട് മുമ്പ് ജൂലൈ 10, 2025 സതീശൻ പറഞ്ഞത് ഇങ്ങനെയാണ്. അന്ന് പ്രതിപക്ഷ നേതാവായിരുന്നു. സംസ്ഥാനം രൂക്ഷമായ ധനപ്രതിസന്ധി നേരിടുമ്പോഴും മാസം 80 ലക്ഷം രൂപ വാടകയ്ക്ക് ഹെലികോപ്റ്റർ എടുക്കുന്നത് ധൂർത്തിന്റെ അങ്ങേയറ്റമാണ്. വളരെ ബുദ്ധിമുട്ടിയാണ് ദൈനംദിന ചെലവിനുള്ള പണം പോലും കണ്ടെത്തുന്നത്. 5 ലക്ഷം രൂപയുടെ ചെക്കുകൾ പോലും ട്രഷറിയിൽ മാറ്റാനാകാത്തപ്പോഴാണ് മുഖ്യമന്ത്രിക്ക് 20 മണിക്കൂർ പറക്കാൻ 80 ലക്ഷം മുടക്കുന്നത്. ചെലവ് ചുരുക്കണമെന്ന് മന്ത്രിമാരെയും ഉദ്യോഗസ്ഥരെയും ഉപദേശിക്കുന്ന മുഖ്യമന്ത്രിക്ക് ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഹെലികോപ്റ്റർ ഉപേക്ഷിക്കണമെന്നാണ് അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന ഇപ്പോഴത്തെ നമ്മുടെ മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞത്. അപ്പോ സാമ്പത്തിക പ്രതിസന്ധി, ഹെലികോപ്റ്ററിന്റെ അനിവാര്യത, അന്ന് പറഞ്ഞതും ഇന്ന് പറഞ്ഞതും ഒക്കെ ചേർത്ത് എന്ത് തീരുമാനമാണ് എടുക്കുന്നത് എന്ന് നമുക്ക് കാത്തിരിക്കാം. ഇപ്പോഴത്തെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല 2021 പറഞ്ഞത് കൂടി നമുക്ക് കേൾക്കാം. സർക്കാരിന്റെ ധൂർത്തും അഴിമതിയും വികലമായ സാമ്പത്തിക നയം മൂലം സംസ്ഥാനം ഇന്ന് ഗുരുതരമായ പ്രതിസന്ധിയിൽ ഏർപ്പെടുന്നു. സർ, ഇത്രയും ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധി ഉള്ളപ്പോഴും ഹെലികോപ്റ്ററിന്റെ കാര്യത്തിൽ എന്തുകൊണ്ടാണ് ഇത്ര പിടിവാശി മുഖ്യമന്ത്രി കാണിക്കുന്നത്? ഇവിടെ ഹെലികോപ്റ്ററിന് വാടക 1.5 കോടി അല്ലെങ്കിൽ 2 കോടി രൂപ കൊടുക്കേണ്ടത് അത്ര അത്യാവശ്യമുള്ള കാര്യമാണോ? ആരെവിടെ ഹെലികോപ്റ്റർ സഞ്ചരിക്കുന്നത്? ആരെങ്കിലും മുഖ്യമന്ത്രി സഞ്ചരിക്കുന്നുണ്ടോ? അടിയന്തര ഘട്ടത്തിൽ ഹെലികോപ്റ്റർ വേണമെങ്കിലും 1/2 മണിക്കൂർ കൊണ്ട് നേവിയുടെ ഹെലികോപ്റ്റർ നമുക്ക് കിട്ടും. എന്തിനാണ് ഈ വാടക ഇങ്ങനെ കൊടുക്കുന്നത്? ഒരു കാര്യമില്ലാതെ. അതാണ് എന്തിനാണെന്ന് ഇപ്പോഴത്തെ ആഭ്യന്തരമന്ത്രി ചോദിക്കുന്നു.